اقرأ أخيا ورتل القرآن، اصبح بصوتك اسمع الأكوان. اقرأ كلام الله داوي نفوسنا، لنحس في أعماقنا الإيمان. كم من فؤاد كالحجارة قسوة، فإذا وعى القرآن حين لانا. كم من فؤاد كالحجارة قسوة، فإذا وعى القرآن حين لانا. فإذا وعى القرآن حين لانا. اقرأ أخيا ورتل القرآن، اسمح بصوتك اسمع الأكوان. اقرأ كلام الله داوي نفوسنا، لنحس في أعماقنا الإيمان. إنسان هذا العصر أهمل روحه، ولم يعد في روحه إنسانا. هو تائه متخبط متذبذب. بسم الله الرحمن الرحيم. الحمد لله المتفرد بالبقاء والدوام، والمتفضل على عباده بالإحسان والإنعام. سبحانه حمد من قال ربي الله واستقام. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق، خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم، علم الإنسان ما لم يعلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. صاحي شمر ولا تزل ذاكر الموت، فنسيانه ضلال مبين. صاحي شمر ولا تزل ذاكر الموت، فنسيانه ضلال مبين. സഹൃദയരായ സഹോദരന്മാരെ,
സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്യാൻ വേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും മറ്റ് മര്യാദകളും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ഓരോ സത്യവിശ്വാസിയുടെയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കർത്തവ്യമാകുന്നു. ആ കാര്യം അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. നിങ്ങൾ അവധാനപൂർവം അക്ഷരസ്ഫുടതയോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുക. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, തജ്വീദിൽ അധിഷ്ഠിതമായ പാരായണം ആയിരിക്കണം നിങ്ങളുടേത്. സഹോദരന്മാരെ, മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മല്ലം യതഗന്ന ബിൽ ഖുർആൻ ഫലൈസ മിന്ന. പരിശുദ്ധ ഖുർആൻ താളാത്മകമായ രൂപത്തിൽ, ഇമ്പമാർന്ന രൂപത്തിൽ പാരായണം ചെയ്യാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. സയ്യിനുൽ ഖുർആന ബി അസ്വാത്തിക്കും. ശബ്ദങ്ങളെ കൊണ്ട് പരിശുദ്ധ ഖുർആനെ നിങ്ങൾ ഭംഗിയാക്കുക. ഇതുപോലെയുള്ള നിരവധി ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും സൂക്തങ്ങൾ പരിശോധിച്ചാൽ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചും പ്രസക്തിയെ സംബന്ധിച്ചും നമുക്ക് മനസ്സിലാക്കാം. ഏതെങ്കിലും വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് പോലെയല്ല പരിശുദ്ധ ഖുർആൻ. ഏതെങ്കിലും നോവലുകളോ മറ്റ് കഥാപുസ്തകങ്ങളോ വായിക്കുന്നത് പോലെയല്ല പരിശുദ്ധ ഖുർആൻ. അതിന് ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും പ്രഗത്ഭരായ പണ്ഡിതന്മാരും നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ നിരവധി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. വേണ്ടാത്തതും വേണ്ടതുമായ, നല്ലതും ചീത്തയുമായ നിരവധി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമത്തെ സംബന്ധിച്ച് പഠിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഒരു കവി പറയുകയുണ്ടായി, ആലമിലുണ്ട് ഇൽമുകളേറെ, ആധുനികാതുര ഇൽമുകൾ വേറെ, 1000 തിന്മ നിറഞ്ഞതും വേറെ. ആലമിലുണ്ട് ഇൽമുകളേറെ, ആധുനികാതുര ഇൽമുകൾ വേറെ, 1000 തിന്മ നിറഞ്ഞതും വേറെ. മുന്തിടും അഷ്റഫുൽ ഉലൂമത് തജ്വീദ്, മന്നാന്റെ കൃപയോടടുത്തിടും ഉലൂമത്. മാനവർക്ക് ആശ്വാസം നൽകുന്ന വാചനങ്ങൾ, സന്തോഷമേകുന്നേ സാന്ത്വനമേകുന്നേ. ലോകത്ത് വ്യത്യസ്ത രൂപത്തിലുള്ള പഠനങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും പോരിശയാക്കപ്പെട്ട അഷ്റഫുൽ ഉലൂം എന്ന പേരിൽ അറിയപ്പെടുന്ന ഏക പഠനം, ഏക ഇൽമ് അത് ഏതാണെന്ന് ചോദിച്ചാൽ തജ്വീദ് പഠിക്കലാകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ജസ്രി റഹ്മത്തുള്ളാഹി പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ അഭിപ്രായം. കാരണം ഈ ഇൽമുകൾ ചെന്നെത്തുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കും കരുണ കടാക്ഷത്തിലേക്കുമാണ്. അതിനേക്കാൾ ഉപരി സ്വർഗപ്രവേശനം കൂടിയാണ് ഇതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഉലൂം എന്ന പേരിൽ അറിയപ്പെടുന്ന ഏക ഇൽമ് അത് തജ്വീദ് പഠിക്കലാകുന്നു. സഹോദരന്മാരെ, എന്താണ് തജ്വീദ്? മഹാന്മാർ തജ്വീദ് നൽകിയിട്ടുള്ള നിർവചനം തഹ്സീനുൽ ഹുറൂഫ് വ മഅരിഫത്തുൽ വുഖൂഫ് എന്നാണ്. തഹ്സീനുൽ ഹുറൂഫ് വ മഅരിഫത്തുൽ വുഖൂഫ്, ഇതാണ് പണ്ഡിതന്മാർ നൽകിയ നിർവചനം. തഹ്സീനുൽ ഹുറൂഫ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ നന്നാക്കുക എന്ന് വെച്ചാൽ അറബി അക്ഷരങ്ങളായ 28 ഹുറൂഫുൽ ഹിജായിയ, ഈ അക്ഷരങ്ങൾ അതിന് നിശ്ചയിച്ചിട്ടുള്ള മഖ്റജുകളിൽ നിന്ന് മാത്രം ഉച്ചരിക്കുക. അതുപോലെ ആ അക്ഷരങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള വിശേഷണങ്ങൾ, സിഫത്തുകൾ 100%
വകവെച്ചുകൊണ്ടുള്ള ഉച്ചാരണമാകുന്നു തഹ്സീനുൽ ഹുറൂഫ്. ഈ വിഷയത്തിൽ തജ്വീദിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വിഷയം തഹ്സീനുൽ ഹുറൂഫാണ്. അക്ഷരങ്ങൾ ക്ലിയർ ആക്കുക. നമുക്കറിയാം, ചില അക്ഷരങ്ങൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ മാറുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുള്ളി മാറുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ അകാരമോ ഇകാരമോ മാറുമ്പോഴേക്കും അതിൻ്റെ വിശേഷണങ്ങൾ മാറുന്നു, അർത്ഥം മാറുന്നു, ആശയം മാറുന്നു. അങ്ങനെ അബദ്ധജടിലങ്ങളായ പല മാറ്റങ്ങളും വരുന്നു. സൂറത്തുൽ അലഖ് ഞാൻ ആദ്യമായി നിങ്ങളെ ഓതി കേൾപ്പിച്ച ആ ആയത്ത് ഒന്ന് പരിശോധിക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഈ ആയത്തിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ, സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ നാമത്തിൽ നാം വായിക്കുക എന്ന ഈ ആയത്തിലെ ഖലഖ എന്ന പദത്തിലെ ഖാഇന്റെ പുള്ളിയെ ഒന്ന് ഒഴിവാക്കി നോക്കുക. ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നാണ്. ഈ ഖലഖ എന്നതിലെ ഖാഇന്റെ പുള്ളിയെ മായ്ച്ചു കളഞ്ഞാൽ ഹലഖ എന്നായി. യഥാർത്ഥത്തിൽ തല മുണ്ഡനം ചെയ്തു എന്നാണ് അർത്ഥം. നോക്കൂ, ഒരു അക്ഷരത്തിൻ്റെ ഒരു പുള്ളി നഷ്ടപ്പെട്ടപ്പോഴേക്കും ആ അക്ഷരത്തിൻ്റെ പ്രൊനൗൺസിയേഷൻ, മഖ്റജ് നഷ്ടപ്പെട്ടു, അതിൻ്റെ വിശേഷണം നഷ്ടപ്പെട്ടു, അതിന് അർത്ഥം വികലമായി, അബദ്ധജടിലമായ ആശയം വന്നുപെട്ടു. നോക്കൂ, ഇതാണ് തഹ്സീനുൽ ഹുറൂഫ്. നമ്മുടെ തജ്വീദിൻ്റെ മുഖ്യ വിഷയം തഹ്സീനുൽ ഹുറൂഫ്, അക്ഷരങ്ങളെ നന്നാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ അക്ഷരത്തിനും അതിൻ്റെ അവകാശം നാം വകവെച്ച് കൊടുത്തേ പറ്റും. അതിന് അവകാശം വകവെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരം എവിടെ നിന്ന് ഉച്ചരിക്കണം, അതിൻ്റെ നിശ്ചയിച്ചിട്ടുള്ള സിഫത്തുകൾ 100% വകവെച്ചുകൊണ്ടുള്ള ഉച്ചാരണമാകണമെന്നു അതിൻ്റെ ഹക്ക്. ഇനി മറ്റൊരു ഉദാഹരണം ശ്രദ്ധിക്കൂ. സുമ്മ. നമുക്കറിയാം, സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ എന്നാണ് അർത്ഥം. ആ സായിന്റെ ഉകാരം ലൊമ്മ് ഒഴിവാക്കി ഫത്ഹായി കഴിഞ്ഞാൽ സമ്മ. അപ്പോൾ അതിന്റെ അർത്ഥം അവിടെ എന്നാണ്. സമ്മ, സുമ്മ, സുമ്മ്. സ എന്നതിന്റെ പ്രൊനൗൺസിയേഷൻ മാറി സീനായി കഴിഞ്ഞാൽ അതിന് വിഷം എന്നാണ് അർത്ഥം. ചുരുക്കത്തിൽ ഒരു അക്ഷരത്തിന്റെ ഉച്ചാരണം തെറ്റിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ അകാരമോ ഇകാരമോ പുള്ളിയോ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം മാറിപ്പോകുന്നു. ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക. ബർറുൻ, ബിർറുൻ, ബുർറുൻ. 3 ഉദാഹരണങ്ങൾ. ഇവിടെ ബർറ് എന്ന് പറഞ്ഞാൽ കര എന്നാണ് അർത്ഥം. ബിർറ് എന്ന് പറഞ്ഞാൽ പുണ്യം എന്നാണ് അർത്ഥം. ബുർറ് എന്ന് പറഞ്ഞാൽ ചോളം എന്നാണ് അർത്ഥം. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ബർറ്, ഇതിന്റെ അകാരം നഷ്ടപ്പെട്ടു, ബിർന്നായി. ഇവിടെ ഇകാരം നഷ്ടപ്പെട്ടു, ഉകാരമായി മാറി. അപ്പോൾ ഫത്തഹ്, കസ്റ്, ലൊമ്മ് നഷ്ടപ്പെടുമ്പോഴേക്കും ആശയം മാറുന്നു, അർത്ഥം മാറുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തഹ്സീനുൽ ഹുറൂഫ്, അക്ഷരങ്ങൾ നന്നാക്കുക എന്ന് പറഞ്ഞാൽ അതിന് നിശ്ചയിച്ചിട്ടുള്ള മഖ്റജിൽ നിന്ന്, അതിന് നിശ്ചയിച്ചിട്ടുള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ 100% വകവെച്ചുകൊണ്ടുള്ള ഉച്ചാരണമാകുന്നു തഹ്സീനുൽ ഹുറൂഫ്. ഈ വിഷയം തീരുന്നതുവരെ നമ്മുടെ ഈ സബ്ജക്റ്റ് ആരും മറക്കാൻ പാടില്ല. തഹ്സീനുൽ ഹുറൂഫ്, അക്ഷരം നന്നാക്കുക. രണ്ടാമത് പറഞ്ഞത് മഅരിഫത്തുൽ വുഖൂഫ് എന്നാണ്. മഅരിഫത്തുൽ വുഖൂഫ്, അതായത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എവിടെ, എങ്ങനെ, ഏത് രൂപത്തിൽ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു നല്ല ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു 10-250 സ്പീഡിൽ വാഹനം ഓട്ടുന്നവനല്ല. മറിച്ച് വാഹനം, അതിൻ്റെ സ്പെയർ പാർട്സുകളെ സംബന്ധിച്ചും, അതിലെ ടയറിൽ കാറ്റുണ്ടോ ഇല്ലേ, പെട്രോൾ ഉണ്ടോ, ബ്രേക്ക് ഓയിൽ ഉണ്ടോ, അതുപോലെ മറ്റു പല തകരാറുകളുമുണ്ടോ, ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടോ, ഇത്യാദി കാര്യങ്ങളെല്ലാം സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടും നിയന്ത്രിതമായ വേഗതയിൽ വാഹനം ഓട്ടാൻ സാധിക്കുന്ന ഒരാളാണ് യഥാർത്ഥ നല്ല ഡ്രൈവർ. അദ്ദേഹത്തിനറിയാം വണ്ടി എവിടെ നിർത്തണം, എങ്ങനെ നിർത്തണം, എവിടെ നിർത്താൻ പാടില്ല എന്നെല്ലാം അദ്ദേഹത്തിന് ശരിക്കറിയാം. അതാകുന്നു യഥാർത്ഥ ഒരു നല്ല ഡ്രൈവർ എന്ന് പറഞ്ഞാൽ. ഒരേ സമയത്ത് കണ്ണും കാതും കൈയും കാലും
അതിനേക്കാൾ ഉപരി ബുദ്ധിയും ചിലവഴിക്കണം ഒരു നല്ല ഡ്രൈവർക്ക്. ഇതുപോലെയാകുന്നു പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഓരോ വ്യക്തിയും അവൻ്റെ നാവും കണ്ണും ബുദ്ധിയും ഒരേപോലെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ മാത്രമേ അതിന് തജ്വീദോട് കൂടിയുള്ള പാരായണം എന്ന് പറയാൻ പറ്റുകയുള്ളൂ. സഹോദരന്മാരെ, ഇത്ര നേരം നമ്മൾ പറഞ്ഞത് തജ്വീദിൻ്റെ ഇമ്പോർട്ടൻ്റായ ഒരു വിഷയമാണ് തഹ്സീനുൽ ഹുറൂഫ്. ഈ അക്ഷരങ്ങൾ നന്നാക്കുക എന്നുള്ളതാകുന്നു മെയിൻ തജ്വീദിൻ്റെ ഉദ്ദേശം. അതിൻ്റെ ഭാഗമായി ഇനി വരാനിരിക്കുന്ന ഭാഗങ്ങൾ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇനി ഈ അക്ഷരങ്ങൾ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ആ ഉത്ഭവിക്കുന്ന അതിൻ്റെ എക്സിറ്റ് മഖ്റജ് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം, ഇത്യാദി കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ശ്രദ്ധിക്കുക സഹോദരന്മാരെ, അറബി അക്ഷരങ്ങളെ സംബന്ധിച്ച് അത് ഉച്ചരിക്കേണ്ട രൂപത്തെ സംബന്ധിച്ചാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഈ ചാർട്ടിലേക്ക് ശ്രദ്ധിക്കുക. അറബി അക്ഷരങ്ങൾ എങ്ങനെ നമുക്ക് ഉച്ചരിക്കാം, ഈ അക്ഷരങ്ങളുടെ പേരുകളാണ് ഇതിന് മുകളിൽ ചുവപ്പ് എഴുത്തിൽ എഴുതിയിരിക്കുന്നത്. ഓരോ അക്ഷരങ്ങളുടെ പേരുകൾ. ഇത് അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ, ദാൽ, ദാൽ, റ, സായ്, സീൻ, ഷീൻ, സ്വാദ്, ദ്വാദ്, ത്വാ, ള, ഐൻ, ഗൈൻ, ഫ, ഖാഫ്, കാഫ്, ലാം, മീം, നൂൻ, ഹാ, വാവ്, യാ. അലിഫ്, 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 ബ, 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 ത, 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 സ, 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 ജീം, 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 ഹ, 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 ഖ, 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 ദാൽ, 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 റ, 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 സായ്, 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 സീൻ, 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 ഷീൻ, 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 സ്വാദ്, 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 ദ്വാദ്, 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 ത്വാ, 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 വ, 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 ഐൻ, 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 ഗൈൻ, 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 ഫ, 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 ഖാഫ്, 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 കാഫ്, 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 ലാം, 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 മീം, 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 നൂൻ, 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 വാവ്, 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 ഹാ, 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 യാ, യാ, യാ. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൊണൗൺസിയേഷൻ. നമ്മുടെ മെയിൻ സബ്ജക്റ്റ് തഹ്സീനുൽ ഹുറൂഫ്, അക്ഷരങ്ങളെ നന്നാക്കുക എന്നതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ്.
അതിൻ്റെ മറ്റൊരു ഭാഗം നോക്കൂ. ഈ ഓരോരോ അക്ഷരങ്ങളുടെയും മഖ്റജ്, അത് ഉത്ഭവിക്കുന്ന സ്ഥാനം കണ്ടുപിടിക്കാൻ നോക്കൂ. എല്ലാ അക്ഷരങ്ങൾക്കും സുക്കൂൻ ചെയ്യുക. എന്നിട്ട് ആദ്യത്തിൽ ഒരു ഫതഹുള്ള അലിഫ് ചേർത്തിക്കൊണ്ട് ഉച്ചരിച്ചാൽ നാവ് തട്ടുന്ന സ്ഥലം എവിടെയാണോ അതാകുന്നു ആ അക്ഷരത്തിന്റെ മഖ്റജ്. നോക്കൂ, ചിലപ്പോൾ നാവിൻ്റെ മധ്യമായിരിക്കും, അതുമല്ലെങ്കിൽ വായയുടെ ഉള്ളിൽ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും. ഏതായാലും ഈ അക്ഷരം ഉച്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതാണ് അതിന്റെ മഖ്റജ് എന്നുള്ളത്. നോക്കൂ, അ അ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ എന്നുള്ളത് വ്യക്തമാക്കാൻ പാടില്ല, എങ്കിലും അത് വ്യക്തമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ മഖ്റജ് ഏതാണെന്നുള്ളത്. 2 അബ് അബ് അത് അത് അഫ് അഫ് അജ് അജ് അഹ് അഹ് അഖ് അദ് 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 അർ അസ് അസ് അഷ് അസ് ഔ അത്ത് അവ് അർ അഗ് അഫ് അഖ് അക് അൽ അം അൻ അഹ് ഔ ഐ. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവ് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അതാകുന്നു ആ അക്ഷരത്തിന്റെ മഖ്റജ്. എന്നാൽ ഈ ചാർട്ടിൽ കറുപ്പ് കളറിൽ കാണുന്ന 5 അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക. ഈ 5 അക്ഷരങ്ങൾ അതിന് സുക്കൂൻ വരുമ്പോൾ വ്യക്തമായി ഉച്ചരിക്കണം എന്നാണ്. ഇതുപോലെ അബ്, അജ്, അത്, അപ്പ്, അഖ്. കാരണം ഇതിൽ പറയപ്പെട്ട ഈ കറുത്ത അക്ഷരങ്ങളിൽ ദാലും ദാലും കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ത്വായും തായും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഖാഫും കാഫും കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഈ 5 അക്ഷരങ്ങൾക്ക്, അതായത് ഹുറൂഫുൽ ഖൽഖല എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ 5 അക്ഷരങ്ങൾക്ക് സുക്കൂൻ വന്നാൽ വ്യക്തമാക്കേണ്ടതാകുന്നു. ഇല്ലെങ്കിൽ ഇപ്പോ അത് എന്നുള്ളത് ഇതും അത് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷനായി. അതുപോലെ അത്ത് അത്ത് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അക്ക് അക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 5 അക്ഷരങ്ങൾ ഹുറൂഫുൽ ഖൽഖല എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ 5 അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ സുക്കൂൻ നൽകി ഉച്ചരിക്കുമ്പോൾ വ്യക്തമാക്കി ഉച്ചരിക്കണം. എന്ന് വെച്ചാൽ ഒരു ഹർക്കത്ത് ഉള്ള പോലെ ഉച്ചരിക്കണം. അതുകൊണ്ട് അതിന് ഹുറൂഫുൽ ഖൽഖല എന്ന് പേര് പറയും. ഉദാഹരണമായി നോക്കൂ. ബായിന്റെ ഉദാഹരണം അൽ ബാബ്, ജീമിന് ഉദാഹരണം വൽ ഫജ്ർ, വദൂദ്, മുഹീത്ത്, അഖ്ഫാൽ. അപ്പോൾ ഈ 5 അക്ഷരങ്ങൾക്കും വ്യക്തമായി സുക്കൂൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെ വ്യക്തമായി ഉച്ചരിക്കേണ്ടതാണ്. ഖൽഖലത്തായുള്ള 5 അക്ഷരം ഖൗലാം ഖുത്ബ് ജഹദന്നക്ഷരം. ഖൽഖലത്തായുള്ള 5 അക്ഷരം ഖൗലാം ഖുത്ബ് ജഹദന്നക്ഷരം. സാക്കിനായി വന്നെത്തും നേരം മാത്രം വെളിവാക്കി പറയണമായ അക്ഷരം. സാക്കിനായി വന്നെത്തും നേരം മാത്രം വെളിവാക്കി പറയണമായ അക്ഷരം. ഖൽഖലത്തായുള്ള 5 അക്ഷരം ഖൗലാം ഖുത്ബ് ജഹദന്നക്ഷരം. ഇങ്ങനെ ചെറിയൊരു പദ്യത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ കേൾക്കുന്നവർക്കും കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഈ വിഷയം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വിഷയം
തഹ്സീൻ ഹുറൂഫ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുവരെ നാം ചർച്ച ചെയ്തത്. ഇനി തീർന്നിട്ടില്ല, അതിൻ്റെ മറ്റൊരു വശം ശ്രദ്ധിക്കുക. 28 അക്ഷരങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 7 അക്ഷരങ്ങൾ സംബന്ധിച്ചാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കൂ, ഈ 7 അക്ഷരങ്ങൾക്ക് ഹുറൂഫുൽ ഇസ്തിഅല അല്ലെങ്കിൽ ഹുറൂഫു തഫ്ഖീം എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ നേരത്തെ സൂചന രൂപത്തിൽ ഞാൻ പറഞ്ഞുവെങ്കിലും ഈ 7 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായ അല്പം കൂർപ്പിച്ച് വായ നിറയെ നാവ് ഉയർത്തി സ്ട്രോങ്ങിൽ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാകുന്നു ഈ 7 അക്ഷരങ്ങൾ. ഇന്ത്യൻ ഭാഷകളിൽ ഈ അക്ഷരങ്ങൾ കാണാൻ സാധ്യമല്ല. നോക്കൂ, ഒന്നാമത് ഖ, ഖലഖ യഖ്ലുഖു ഖൽഖൻ ഫഹുവ ഖാലിഖുൻ. സ്വാദ്, സ്വഇദ യസ്അദു സഅദൻ ഫഹുവ സ്വാഇദുൻ. ضاد ضرب يضرب ضربا فهو ضارب. طار يطير. ظلم يظلم. غين غضب يغضب. قاف قال يقول. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഖ, സ്വാദ്, ضاد, طا, ظا, غين, ഖാഫ്. ഇതേപോലെ തന്നെ ഹുറൂഫുൽ ഹൽഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന തൊണ്ടയിൽ നിന്നും തൊണ്ടക്കുഴിയിൽ നിന്നുമായി ഉച്ചരിക്കുന്ന 6 അക്ഷരങ്ങളാണ് ഹുറൂഫുൽ ഹൽഖ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. ശ്രദ്ധിക്കൂ. ഹംസ്, അകല യഅ്കുലു. ഹ, ഹാജറ യുഹാജിറു. ഐൻ, അലിമ യഅലമു. ഹ, حفظ يحفظ. غين غفر يغفر. خ, خرج يخرج. അപ്പോൾ തഹ്സീൻ ഹുറൂഫ് അക്ഷരങ്ങളെ നന്നാക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഭാഗമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഈ അക്ഷരങ്ങൾ അതിൻ്റെ സിഫത്തുകൾ വകവെച്ചുകൊണ്ട് മഖ്റജിൽ നിന്നും മാത്രം ഉച്ചരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇത്തരം അക്ഷരങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കൽ അത്യന്താപേക്ഷിതമാണ്. നിയമങ്ങൾ പഠിക്കുമ്പോൾ ഡ്രൈവിംഗ് പുസ്തകത്തിൽ നോക്കി പഠിച്ച പോലെ ആവാൻ പാടില്ല. പുസ്തകത്തിൽ നോക്കി ഡ്രൈവിംഗ് പഠിച്ച് വണ്ടി കയ്യിൽ തന്നാൽ വണ്ടി ഓട്ടാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതുപോലെ തജ്വീദ് നിയമങ്ങൾ പുസ്തകം നോക്കി കാണാതെ പഠിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. അത് പ്രാക്ടിക്കൽ ആക്കലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇതുവരെ നാം ചർച്ച ചെയ്തത് അക്ഷരങ്ങളെ നന്നാക്കുക എന്നുള്ളതാകുന്നു. അതിൻ്റെ വ്യത്യസ്ത രൂപത്തിലുള്ള ചാർട്ടുകൾ നിങ്ങൾ കാണുകയുണ്ടായി. ഇനി ആ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നമുക്ക് ഫാത്തിഹ സൂറത്ത് എങ്ങനെ പാരായണം ചെയ്യാം. ആദ്യമായി കുറേശ്ശെ മുറിച്ച് അതിലെ പ്രധാനപ്പെട്ട അക്ഷരങ്ങളെ സംബന്ധിച്ച് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം, എന്നിട്ട് പാരായണം ചെയ്യാം. ആദ്യമായി നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 അക്ഷരങ്ങൾ ഹുറൂഫുൽ ഹൽഖിൽപ്പെട്ട അക്ഷരമാണ് ഹ. ഇവിടെ റഹീം എന്നുള്ള ഹുറൂഫുൽ ഹൽഖിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ 2 അക്ഷരം വളരെ വ്യക്തമായി ഉച്ചരിക്കേണ്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നെക്സ്റ്റ് അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു എന്ന് പറയുമ്പോൾ ഇതിലെ ശ്രദ്ധിക്കേണ്ട അക്ഷരമാകുന്നു ഹുറൂഫുൽ ഹൽഖിൽപ്പെട്ട ഹ. അതുപോലെ സുക്കൂനുള്ള മീം എവിടെ വന്നാലും ചുണ്ട് നിർബന്ധമായും പൂട്ടിക്കൊള്ളണം. അതുപോലെ റ ഉച്ചരിക്കുമ്പോൾ റ മലയാളത്തിലുള്ള ഈ രൂപത്തിലുള്ള അക്ഷരമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ അറബിയുള്ള റ. ഇങ്ങനെയാണ് അതിനെ ഉച്ചരിക്കേണ്ടത്. റ. അവിടെ റബ്ബിൽ ആലമീൻ. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങൾ 1 ഹ, ഹുറൂഫുൽ ഹൽഖിൽപ്പെട്ടതാകുന്നു. 2 സുക്കൂനുള്ള മീം എവിടെ വന്നാലും വായ നന്നായി പൂട്ടിയിരിക്കണം. 3 ലില്ലാഹി അൽ ഹാ, അതും ഹുറൂഫുൽ ഹൽഖിൽപ്പെട്ട അക്ഷരമാകുന്നു.
റബ്ബിൽ റ ഉച്ചരിക്കേണ്ടത് വായ നിറയെ ആയിരിക്കണം. ഇതുപോലെ മലയാളത്തിൽ റോ ഉച്ചരിക്കുന്നത് പോലെ, മലയാളത്തിൽ റോ ഉച്ചരിക്കുന്നത് പോലെ ആയിരിക്കണം അറബിയിലെ ഈ റോയിനെ ഉച്ചരിക്കേണ്ടത്. നെക്സ്റ്റ് അൽ ആലമീൻ, ഹുറൂഫുൽ ഹൽഖിൽപ്പെട്ട അക്ഷരമാകുന്നു ഐൻ. ആലമീൻ. ഇവിടെ സാധാരണ അബദ്ധം സംഭവിക്കാറുള്ളത് അൽഹംദുലില്ലാഹി റബ്ബില്ലാലമീൻ എന്നാകുന്നു സാധാരണ ഓതാറുള്ളത്. റബ്ബില്ലാലമീൻ. ഇവിടെ 2-3 ലാമ് കൂട്ടിയിട്ടാണ് പറയാറുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒന്ന് മുറിച്ചോതണം. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബിൽ ആലമീൻ. ചെറിയൊരു കുട്ടിയെ കൊണ്ട് ഓദിച്ചാൽ അവൻ പറയും. ഇവിടെയും അൽ ഹന്ദു ചുണ്ട് കൂട്ടാതായിരിക്കും അവൻ ഓതുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുകൊണ്ട് ഫാത്തിഹ സൂറത്താണ്. ഏകദേശം 150ഓളം അക്ഷരങ്ങളുള്ള ഒരു സൂറത്താണ്. ഇതിൽ ഒരു അക്ഷരം തെറ്റിയാൽ ഫാത്തിഹ സൂറത്ത് തെറ്റി. നമസ്കാരത്തിൽ ഓതുന്ന ഈ സൂറത്ത് തെറ്റിക്കഴിഞ്ഞാൽ നമസ്കാരം ബാത്തിലാണ്. അത്രയും ഗൗരവത്തിൽ കണക്കെടുക്കേണ്ട ഒരു സൂറത്തായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ സാധാരണ തെറ്റാറുള്ള മറ്റൊരു അക്ഷരമാകുന്നു അവസാനത്തെ അക്ഷരം ആലമീൻ. നൂനാണ്. അധിക ആളുകളും അവിടെ ചുണ്ട് പൂട്ടിപ്പോകും. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് അർ-റഹ്മാനിർ റഹീം. ഇവിടെ നേരത്തെ നമ്മൾ ബിസ്മി പറഞ്ഞതുപോലെ തന്നെ ഹാഇനെ ഹുറൂഫുൽ ഹൽഖിൽപ്പെട്ട അക്ഷരമായതുകൊണ്ട് വ്യക്തമാക്കണം. അർ-റഹ്മാനി റഹീം. അതുപോലെ തന്നെ അവസാനത്തെ അക്ഷരം മീമാണ്. റഹീം. ചുണ്ട് നന്നായി പൂട്ടിക്കൊള്ളണം. അടുത്ത് നോക്കൂ. മാലികി യൗമിദ്ദീൻ. മാലികി മീമിനെ അല്പം ഇമാലത്ത് കൊടുക്കുക. അല്പം യകാരത്തോട് കൂടിയായിരിക്കും ഉച്ചരിക്കണത്. മാലികി. മാലികി. അല്പം യകാരത്തോട് കൂടി. മാലികി യൗമിദ്ദീൻ. അവസാനത്തെ അക്ഷരം നൂനാകുന്നു. നെക്സ്റ്റ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇവിടെയും ഇ ഹംസയാണ്. ഹുറൂഫുൽ ഹൽഖിൽപ്പെട്ട ഹംസയാണ് ഇ. ഇയ്യാക നഅ്ബുദു. ഐന ശ്രദ്ധിക്കുക. വ ഇയ്യാക നസ്തഈൻ. ഇവിടെയും ഐൻ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ മുകളിലുള്ള ആയത്തിൽ പരാമർശിച്ച അതേ അക്ഷരങ്ങൾ തന്നെയാകുന്നു. നെക്സ്റ്റ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. വളരെ പ്രധാനപ്പെട്ട ആയത്താകുന്നു. നോക്കൂ. ആദ്യത്തെ അക്ഷരം ഹംസ്, രണ്ടാമത് ഹ, മൂന്നാമത് സ്വാദ്, നാലാമത് റോ, 5 ത്വാ, ആറാമത് ഖാഫ്. ഈ ഖാഫും ത്വായും ഇതെല്ലാം ഹുറൂഫുൽ ഇസ്തിഅലായിൽപ്പെട്ട അക്ഷരമാകുന്നു. വായ നിറയെ ചുണ്ടൽപ്പം കൂർപ്പിച്ച് മുഴക്കത്തോടു കൂടി സ്ട്രോങ്ങിൽ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാകുന്നു. അപ്പോൾ എങ്ങനെ ഇവിടെ ഉച്ചരിക്കാം? ഇഹ്ദിന. ഇഹ്ദിന. ഹാഇന് സുക്കൂൻ വന്നാൽ വ്യക്തമാക്കാൻ പാടില്ല. വ്യക്തമാക്കാൻ പറ്റുന്ന 5 അക്ഷരങ്ങളെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് മുമ്പ് പരാമർശിച്ചു കഴിഞ്ഞു. ഇത് അതായത് ഹുറൂഫുൽ ഖൽഖല എന്ന അക്ഷരങ്ങൾ ഇവിടെ ഹാ ഖൽഖലിൽപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ അതിനെ വ്യക്തമാക്കാനും പാടില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതേ അക്ഷരം തന്നെ സിറാത്തല്ലദീന. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇവിടെയും അല്ലദീന പുള്ളിയുള്ള ദാലിനെ ഉച്ചരിക്കുമ്പോൾ അല്പം കാറ്റ് പുറത്തേക്ക് പോകണം. അൻഅംത ഐന് ഹൽഖിന്റെ അക്ഷരമാകുന്നു. മീമ് സുക്കൂൻ വന്നാൽ വ്യക്തമാക്കണം. ഐന് ഹൽഖിന്റെ അക്ഷരം, ഹ ഹൽഖിന്റെ അക്ഷരം,
ഗൈരി ഹൽക്കിന്റെ അക്ഷരം, മഗ്ദൂബി ഗൈരി ഹൽക്കിന്റെ അക്ഷരം, ദ്വാദ് ഹുറൂഫിൽ ഇസ്തിഅലായിൽപ്പെട്ട അക്ഷരം, അലൈഹിം ഹൽക്കിന്റെ അക്ഷരം, ഹ ഹൽക്കിന്റെ അക്ഷരം, വലദ്ദാലിൻ ദ്വാദ്. നമ്മൾ നേരത്തെ പറഞ്ഞു ദ്വാദ് എന്ന് പറഞ്ഞാൽ അസ്നാനി ലിസവിയാണ്, പല്ലും മോണയും കൂട്ടി ഉച്ചരിക്കുന്ന അക്ഷരമാകുന്നു, ഷദീദാണ് സ്ട്രോങ് അക്ഷരമാകുന്നു, മജ്ഹൂറാണ് മുഴക്കമുണ്ടാകുന്ന അക്ഷരമാകുന്നു, പിന്നെ മുഫഹമാണ് അത് വായ നിറയെ ചുണ്ട് കൂർപ്പിച്ച് പറയുന്ന അക്ഷരമാകുന്നു, എല്ലാം കൊണ്ടും സ്ട്രോങ് അക്ഷരമാകുന്നു. എന്നാൽ ഇവിടെ കൂനിമ്മൽ കുരു എന്ന് പറഞ്ഞ പോലെ ഒരു ശബ്ദം കൂടെ വന്നിരിക്കുന്നു. അപ്പോൾ ഡബിൾ സ്ട്രോങ് വേണം ഇതിന്. അപ്പൊ വലദ്ദാലിൻ വലദ്ദാലിൻ ഇവിടെ ഒരു മദ്ദും വന്നിരിക്കുന്നു. ഇനി നമുക്ക് ഈ സൂറത്തിനെ നന്നായി പാരായണം ചെയ്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇനി സാധാരണ പാരായണം ചെയ്യാറുള്ള ചെറിയ 2-3 സൂറത്തുകൾ കൂടി നമുക്ക് പരിശോധിക്കാം. ശ്രദ്ധിക്കുക. സൂറത്തുൻ നാസ് അത് ഓതുമ്പോൾ തന്നെ അതിന് മുൻകൂട്ടി ഒരു കാര്യം പറയട്ടെ. ഷദ്ദുള്ള നൂന്, ഷദ്ദുള്ള മീമ് എവിടെ വന്നാലും മണിച്ചോതേണ്ടതാണ്. ഷദ്ദുള്ള നൂനും ഷദ്ദുള്ള മീമും എവിടെ വന്നാലും മണിച്ചോതേണ്ടതാണ്. നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ് ഖുൽ. ഇവിടെ മുറിച്ച് ഓതാഞ്ഞാൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് ഓതേണ്ടി വരും. ഖുൽ അഊദു. അപ്പോൾ ഏറ്റവും വലിയ അബദ്ധമാണ് സംഭവിക്കുക. അതുകൊണ്ട് ഇവിടെ മുറിച്ച് തന്നെ ഓതണം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ഈ സൂറത്തിൽ നമ്മൾ പഠിച്ച ഹുറൂഫുൽ ഹൽഖിൽപ്പെട്ട ഐൻ, അതുപോലെ ഹ, ഖ, ഹുറൂഫുൽ ഇസ്തിഅലായിൽപ്പെട്ട സ്വാദ്, ഇത്തരം അക്ഷരങ്ങൾ നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതിയപ്പോൾ ശ്രദ്ധിച്ചു. ആ അക്ഷരങ്ങൾ തന്നെ ഇവിടെയും ആവർത്തിക്കുന്നില്ല. ഈ സൂറത്തിലും വരുന്ന സൂറത്തുകളിലെല്ലാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ സൂറത്തുകളിലും ഇത്തരം അക്ഷരങ്ങൾ ആവർത്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരിക്കൽ ചർച്ച ചെയ്ത അക്ഷരം മറ്റൊരു സ്ഥലത്ത് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സൂറത്ത് ഒന്നുകൂടി പാരായണം ചെയ്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്
الناس الذي يوسوس في صدور الناس من الجنة والناس. അടുത്ത സൂറത്തുൽ ഫലഖ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖുൽ ഖാഫ് ഹുറൂഫുൽ ഇസ്തിഅലായിൽപ്പെട്ട അക്ഷരം. അഊദു ഐൻ ഹൽഖിന്റെ അക്ഷരം. ബിറബ്ബിൽ ഫലഖ്. ഇവിടെ ഖുർആൻ ഓതുമ്പോൾ ഒരു മൊത്തത്തിൽ പൊതുവായിട്ടൊരു നിയമമുണ്ട്. ഖുർആൻ എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുവോ ആ സ്റ്റോപ്പ് ചെയ്യുന്ന അക്ഷരത്തിന് സുക്കൂനാക്കിയിരിക്കണമെന്നാണ്. ഇവിടെ ബിറബ്ബിൽ ഫലഖ് എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഫലഖ് സുക്കൂനാക്കണം. സുക്കൂനായി കഴിഞ്ഞാൽ ഈ ഖാഫ് കൽക്കലത്തിന്റെ അക്ഷരമായി മാറി. നേരത്തെ നമ്മൾ പറഞ്ഞു 5 അക്ഷരങ്ങൾക്ക് സുക്കൂൻ വന്നാൽ വ്യക്തമാക്കണമെന്ന്. അപ്പോൾ ഈ ഖാഫിന് സുക്കൂൻ വന്നാൽ അത് കൽക്കലത്തിന്റെ അക്ഷരമായി മാറി. അതിനെ വ്യക്തമാക്കണം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഈ സൂറത്തിൽ ഖാഫ്, ബ, ദാൽ എന്നീ കൽക്കലത്തിന്റെ അക്ഷരം വന്നിരിക്കുന്നു. അവിടെ വ്യക്തമാക്കാൻ മറക്കരുത്. അടുത്ത സൂറത്ത് സൂറത്തുൽ ഇഖ്ലാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു എന്ന നാമം ജലാലത്തിന്റെ ഇസ്മ എന്ന് പറയും. അതുകൊണ്ട് അള്ളാഹുവിന്റെ പേരായതുകൊണ്ട് ഒന്ന് ബഹുമാനിച്ചുകൊണ്ട് ഒന്ന് വലുതാക്കി അതിനെ ഉച്ചരിക്കണമെന്നാണ് നിയമം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്തിൽ അബദ്ധം സംഭവിക്കാറുള്ള 1-2 സ്ഥലം. ഒന്ന്, വലം യകുൻ ലഹു എന്ന് പറയാറുണ്ട് പൊതുവെ. യകുൻ ലഹു അത് പറയാൻ പാടില്ല. യകുൽ ലഹു കുഫുവൻ. ഇവിടെ ഫാഇന് വമ്മാണ്. സാധാരണ സുക്കൂൻ ആക്കിയിട്ടാണ് അധികം ആളും ഉച്ചരിക്കാറുള്ളത്. കുഫുവൻ അഹദ്. കുഫുവൻ അഹദ്. സഹോദരന്മാരെ, ഇതുപോലെ ഓരോ സൂറത്തുകളിലും നാം മനസ്സിലാക്കിയിട്ടുള്ള അറബി അക്ഷരങ്ങൾ അതിൻ്റെ മഖ്റജും സിഫത്തുകളും മറക്കാതെ അതിന് വകവെച്ചുകൊണ്ട് പാരായണം ചെയ്യണം. ഇങ്ങനെയുള്ള പാരായണത്തിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഇതുവരെ നാം സംസാരിച്ചത് തഹ്സീനുൽ ഹുറൂഫ്, അക്ഷരങ്ങൾ നന്നാക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുവരെ നാം ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി ഈ അറബി 28 അക്ഷരങ്ങൾ വന്ന ഒരൊറ്റ ആയത്ത്, അതും കൂടി ഇതിൻ്റെ കൂടെ പാരായണം ചെയ്യാം. അറബിയിലെ 28 അക്ഷരം ഒന്നായിട്ട് വന്നിട്ടുള്ള ഒരൊറ്റ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനാ തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനാ
സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ് ذلك مثلهم في التوراة ومثلهم في الإنجيل ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. അറബി 28 അക്ഷരവും വന്നിട്ടുള്ള ഒരു ആയത്താണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഈ ആയത്ത് വളരെ സശ്രദ്ധം അക്ഷരങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടാറുള്ള ചില അടയാളങ്ങളെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. ഈ അടയാളങ്ങളെ സംബന്ധിച്ച് അല്പമെങ്കിലും അറിഞ്ഞിരിക്കൽ വളരെ നന്നായിരിക്കും. കാരണം ഖുർആനിൻ്റെ ആശയങ്ങൾ വികലമാകാതിരിക്കാൻ ഇത്തരം അടയാളങ്ങളെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതിൽപ്പെട്ട ചില അടയാളങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണം. ഈ രൂപത്തിലുള്ള അടയാളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഖുർആനിൽ? ഈ അക്ഷരം അല്ലെങ്കിൽ ഈ അടയാളം, ഈ ചിഹ്നം അലിഫിൻ്റെയും വാവിൻ്റെയും യാഇൻ്റെയും മുകളിലാണ് സാധാരണ കാണാറുള്ളത്. യഥാർത്ഥത്തിൽ ഇത് അദ്ദാഇറത്തുൽ ഖാലിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വലിയ പേരുകളാണെങ്കിലും കാര്യം വളരെ സിമ്പിളാണ്. അദ്ദാഇറത്തുൽ ഖാലിയ, കാലി പൂജ്യം. യഥാർത്ഥത്തിൽ പൂർണ്ണ വൃത്തമല്ല ഇത്. അറബിയിൽ 5 എഴുതുന്ന രൂപത്തിലുള്ള ഒരു അടയാളം. ഇത് സാധാരണ അലിഫിൻ്റെയും വാവിൻ്റെയും യാഇൻ്റെയും മുകളിലാണ് എഴുതാറുള്ളത്. ഉദാഹരണം, ഖാലു. ഖാലു എന്ന് എഴുതുമ്പോൾ അവസാനത്തെ ഒരു അലിഫും ആ അലിഫിൻ്റെ മുകളിൽ ഈ പൂജ്യവും കാണാം. ഈ പൂജ്യം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഈ അക്ഷരം ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. യഥാർത്ഥത്തിൽ ഈ അക്ഷരം ഇല്ലെങ്കിലും നമുക്ക് ഇതിനെ ഖാലു എന്ന് വായിക്കാൻ കഴിയും. പക്ഷേ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലഘട്ടത്തിൽ ഖുർആൻ എഴുതപ്പെട്ടപ്പോൾ വന്നിട്ടുള്ള ചില അക്ഷരങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് നമുക്കതിനെ ഒഴിവാക്കാനോ വേറെ ഒന്നും ചെയ്യാനുള്ള അധികാരം നമുക്കില്ല. നമ്മളത് അന്ധമായി അനുകരിക്കുകയല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല. അതുപോലെ തന്നെ വേറെ ഉദാഹരണം നോക്കൂ, ഉലായിക്ക. യഥാർത്ഥത്തിൽ ഈ വാവിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. പക്ഷേ അറബി എഴുതുമ്പോൾ, ഖുർആൻ എഴുതുമ്പോൾ ഉലായിക്ക എന്ന് എഴുതുകയാണെങ്കിൽ ഈ വാവ് എഴുതിയേ പറ്റൂ. ഈ വാവ് യഥാർത്ഥത്തിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്, ആവശ്യമില്ല. അത് എക്സ്ട്രയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂജ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കൂ, ബി ഐദിൻ. ഇവിടെ 2 യാ, ഒരു യാ എക്സ്ട്രയാണ്. അത് എക്സ്ട്രയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ ഈ ചിഹ്നം കൊടുത്തിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ വൃത്തം അദ്ദാഇറത്തുൽ ഖാലിയ എന്ന് പറയുന്ന ഈ ചിഹ്നം അലിഫിൻ്റെയോ വാവിൻ്റെയോ യാഇൻ്റെയോ മുകളിൽ കണ്ടാൽ അത് എക്സ്ട്രാ ഫിറ്റിംഗ് ആകുന്നു
അത് ഉച്ചരിക്കേണ്ടതില്ല എന്ന് തന്നെ സൂചിപ്പിക്കുന്നു. അടുത്തത് അലിഫിന്റെ മുകളിൽ കാണുന്ന കുത്തനെ നിൽക്കുന്ന പൂജ്യം. അലിഫിന്റെ മുകളിൽ കാണുന്ന കുത്തനെ നിൽക്കുന്ന പൂജ്യം, ഇതിന്റെ പേര് അദ്ദാഇറത്തുൽ ഖായിമത്തുൽ മുസ്തതീല. അദ്ദാഇറത്തുൽ ഖായിമത്തുൽ മുസ്തതീല എന്നാണ്. ഇവിടെ ഈ ചിഹ്നം കണ്ടാൽ, ഉദാഹരണമായിട്ട് ഇവിടെ ഈ ചിഹ്നം വന്നിരിക്കുന്നത് ഒരു ആയത്തിന്റെ അവസാനത്തിലാണ്. ഇങ്ങനെ ആയത്തിന്റെ അവസാനത്തിൽ ഈ ചിഹ്നം കണ്ടാൽ ഇതിനെ ഉച്ചരിക്കണം. എന്നാൽ ഈ ചിഹ്നം ആയത്തിന്റെ നടുവിൽ വന്നാൽ അതിനെ ഉച്ചരിക്കേണ്ടതില്ല. ഏതുപോലെ അന ഖൈറുൻ, ഇവിടെ ഈ ചിഹ്നം വന്നിരിക്കുന്നത് ആയത്തിന്റെ നടുവിലാണ്. അതുകൊണ്ട് ആ ചിഹ്നത്തെ ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. അന ഖൈറുൻ. ഇവിടെ കാനത് ഖവാരീറ, ഇവിടെ രണ്ട് മാത്രം നീട്ടി ഉച്ചരിക്കേണ്ടതാകുന്നു. ശ്രദ്ധിക്കാം, ഇവിടെയും കാണാം ഈ അലിഫിന്റെ മുകളിൽ ഈ കുത്തനെ നിൽക്കുന്ന പൂജ്യം. ഇവിടെയും ആയത്തിന്റെ സെൻട്രലായതുകൊണ്ട് ഈ ചിഹ്നത്തെ ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. ലാകിന്ന ഹുവല്ലാഹു റബ്ബി എന്നാണ് ഓതേണ്ടത്. അപ്പോൾ ഇത്തരം ചിഹ്നങ്ങൾ വളരെ ഫലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. ആദ്യം പറഞ്ഞത് പൂർണ്ണവൃത്തമല്ല ഇത്. വന്നിട്ടും കലിമത്തിൽ വസ്ലിലും വഖഫിലും ചൊല്ലാതിരിക്കുവാൻ ഏറെ കരുതേണ്ടതായി. കുത്തനെ നിൽക്കുന്ന വൃത്തമത ഹർഫു അലിഫിനു മേലെയായി. കുത്തനെ നിൽക്കുന്ന വൃത്തമത ഹർഫു അലിഫിനു മേലെയായി. അലിഫാത്തൻ ഫൗഖിലായി കാണുകില്ല, അത് ഖൈറു സാകിനത്തായി. അന ഖൈറു ഖവാരീറ മതലുകളായി ചൊല്ലിടാം വഖഫിലും വാജിബായി. ശ്രദ്ധിക്കുക, ഈ ചിഹ്നം ഇവിടെ ശ്രദ്ധിക്കുക. ഫഅദല്ലൂന സബീല എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു അലിഫിന്റെ മുകളിൽ കുത്തനെ നിൽക്കുന്ന പൂജ്യം കണ്ടാൽ ഉച്ചരിക്കാൻ, ഈ അലിഫിനെ ഉച്ചരിക്കാൻ പാടില്ല എന്ന്. യഥാർത്ഥത്തിൽ ഇവിടെ ഫഅദല്ലൂന സബീല, ഇവിടെയും നാം അലിഫിനെ ഉച്ചരിക്കുന്നില്ല. കാരണം